പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് മഴക്കാല വാതരോഗങ്ങളെ പറ്റിയും വർഷകാല ചികിത്സയെ പറ്റിയുമാണ്. ഇന്നിപ്പോൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മഴക്കാല രോഗങ്ങളെ പറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ പ്രതിരോധത്തെ പറ്റിയും സർക്കാർ സൗകര്യം ചെയ്യുന്നതിനെ പറ്റിയും കുട്ടികളുടെ മഴക്കാല രോഗങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് കാണാം. എങ്കിലും ഈ സന്ധിവാത രോഗങ്ങൾ അല്ലെങ്കിൽ വാതരോഗങ്ങൾ മഴക്കാലത്ത് എങ്ങനെ കൂടുന്നു അതിനെന്തൊക്കെ ചെയ്യാമെന്നതിനെ പറ്റിയിട്ട് ഇത്തരം കാര്യങ്ങൾ വളരെ കുറവായതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. വാതരോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് സന്ധിവാതമായാലും ആമവാതമായാലും ഇനി നടുവേദനയായാലും മറ്റുള്ള എന്തായിക്കഴിഞ്ഞാലും ഇതൊക്കെ വാതരോഗങ്ങളിൽ പെടുന്നതാണ്. 80 കേവലവാദങ്ങളും 200-ലധികം സന്ധിവാദങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെങ്ങനെയാണ് മഴക്കാലം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ ചൂടിൽ ശരീരത്തിൻ്റെ ശക്തിയും അതേപോലെ തന്നെ പചന ശക്തിയൊക്കെ കുറഞ്ഞ് തോരാത്ത മഴയിൽ തണുപ്പിൽ ഈ വാദം വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രധാനമായി ഇത് വരുന്നത്. നമ്മൾ കുളിക്കുമ്പോഴും കളിക്കുമ്പോഴും മറ്റെന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഉളുക്ക് മുതൽ നമ്മുടെ മുമ്പേ ഉണ്ടായിരുന്ന നടുവേദന അല്ലെങ്കിൽ സന്ധിവാദം ആമവാദം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ തണുപ്പിൽ വർദ്ധിക്കുകയും പെട്ടെന്ന് തന്നെ വരുന്ന ഉളുക്ക് ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് മറ്റു രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് ഈ വാതരോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതിനെ ഇപ്പോൾ ആമവാദമാണെങ്കിൽ അംഗമർദ്ദവും അരുതിതൃഷ്ണ ആലസ്യം ഗൗരവം ജരഹ എന്നൊക്കെ പറഞ്ഞ മാതിരി സന്ധികളുടെ നീര് വേദനയൊക്കെ വരുന്ന രൂപത്തിൽ വരുന്ന ആമവാദം അല്ലെങ്കിൽ രക്തവാദം, അതേപോലെ തന്നെ നടുവേദനയാണെങ്കിൽ നടുവിനുള്ള ഉളുക്ക് അല്ലെങ്കിൽ കഴുത്തിന് വരുന്ന കോച്ചൽ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അതിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, ഈ കേവലവാദമാണെങ്കിൽ നടുവേദന കഴുത്തുവേദന പോലെ ഉള്ളതാണെങ്കിൽ റെസ്റ്റ് എടുക്കുക, ചൂട് കൊടുക്കുക, ലേപങ്ങൾ ചെയ്യുക, അതുപോലെ കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ കണ്ട് ബാക്കിയുള്ള പരിഹാരങ്ങൾ തേടുകയും ചെയ്യുകയാണ് വേണ്ടത്. സ്വയം ചികിത്സ ഇതിനൊന്നൊരു പരിഹാരമല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ അസുഖത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ കാഠിന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ പിന്നീട് വരുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഫാമിലി ഡോക്ടറെ കണ്ട് കൃത്യമായൊരു ചികിത്സ ഉടൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ശമിക്കുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമാണ്. അത് നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം നിങ്ങളുടെ കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ, കുടുംബക്കാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.